BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. അങ്കമാലി ദേശീയപാതയിൽ കരയാമ്പറമ്പ് ജംഗ്ഷനിൽ മാങ്ങാട്ടുകര, പുളിയനം, ഇളവൂർ ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് ദേശീയപാതയിലേക്ക് കടക്കുന്നതിനുള്ള സിഗ്നൽ പുനഃസ്ഥാപിച്ചു. പുതിയ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചപ്പോൾ ഈ സിഗ്നൽ ലൈറ്റ് ഒഴിവാക്കിയിരുന്നു. സിഗ്നൽ ഒഴിവാക്കിയത് വൻ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടി വാർത്ത വന്നിരുന്നു. പിന്നാലെ കോൺഗ്രസും KCYM സമരങ്ങൾ നടത്തി. തുടർന്നാണ് സിഗ്നൽ ലൈറ്റ് പുനഃസ്ഥാപിച്ചത്. മന്ത്രി KB ഗണേഷ് കുമാർ ജംഗ്ഷൻ സന്ദർശിച്ചതിനെ തുടർന്നാണ് മാങ്ങാട്ടുകര, പുളിയനം, ഇളവൂർ ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സിഗ്നൽ ഒഴിവാക്കിയത്. അശാസ്ത്രീയമായ നിർദ്ദേശത്തിനെതിരെ ജനങ്ങൾ സമരങ്ങൾ തുടങ്ങിയതോടെ മന്ത്രി വീണ്ടും എത്തി. സിഗ്നൽ ലൈറ്റ് റദ്ദാക്കിയ നിർദ്ദേശം പിൻവലിച്ചു. എന്നാൽ സിഗ്നൽ തിരികെ കൊണ്ടുവരാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. ഇതിനിടെ മങ്ങാട്ടുകര, പുളിയനം, ഇളവൂർ ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾക്കുള്ള സിഗ്നൽ ഒഴിവാക്കി ജംഗ്ഷനിൽ പുതിയ സിഗ്നൽ ലൈറ്റ് കാലുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇതോടെ സിഗ്നൽ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന ആശങ്കയിലായി ജനം. സിഗ്നൽ ലൈറ്റ് തിരികെ വന്നതോടെ അപകടങ്ങൾ കുറഞ്ഞു. അങ്കമാലിയിൽ നിന്നും മൂക്കന്നൂർ റോഡിലേക്ക് വാഹനങ്ങൾ കടക്കുന്നതിനായി കുറഞ്ഞ സമയത്തേക്ക് സിഗ്നൽ ലഭിക്കുമ്പോൾ പുളിയനം, ഇളവൂർ ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളും ദേശീയപാതയിലേക്ക് കടക്കുന്നതിനാൽ അപകടങ്ങൾ ഏറിയിരുന്നു. അങ്കമാലിയിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകാൻ വഴിയൊരുക്കുന്നതിനായാണ് ഈ സിഗ്നൽ ഒഴിവാക്കിയത്. ഈ റൂട്ടുകളിൽ നിന്നുള്ള വാഹനങ്ങൾ കറുകുറ്റിയിൽ തിരിഞ്ഞ് ജംഗ്ഷൻ റോഡിന്റെ എതിർവശത്ത് കടന്ന് കരയാമ്പറമ്പ് ജംഗ്ഷനിലെത്തി മൂക്കന്നൂർ റോഡിലേക്കും അങ്കമാലിയിലേക്കും പോകണമെന്നായിരുന്നു നിർദ്ദേശം. കരയാമ്പറമ്പിലെ സിഗ്നൽ ജംഗ്ഷന് പകരം മറ്റൊരിടത്ത് റോഡ് തുറന്നതിന് ശേഷം സിഗ്നൽ ഒഴിവാക്കാനായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം. നീണ്ടകാലത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ നഗരസഭാ റോഡ് വികസനത്തിന് വീണ്ടും തുടക്കമായി. റോഡരികിൽ കോൺക്രീറ്റ് ചേമ്പറുകൾ സ്ഥാപിക്കുന്ന ജോലികളാണ് പുനരാരംഭിച്ചിരിക്കുന്നത്. അരമനപ്പടി മുതലാണ് കോൺക്രീറ്റ് ചേമ്പറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ പുനരാരംഭിച്ചത്. വൈദ്യുതി പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള റിംഗ് മെയിൻ യൂണിറ്റ് സ്ഥാപിക്കുന്ന ജോലികളും ആരംഭിച്ചു. റോഡ് വികസനത്തിൽ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ നീക്കുന്നതിനായി ഇന്നലെ മാത്യു കുഴൽനാടൻ MLA നേതൃത്വത്തിൽ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് കേരള റോഡ് ഫണ്ട് കോർപ്പറേഷന്റെയും കിഫ്ബിയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ചർച്ചകൾ നടന്നിരുന്നു. ടെൻഡർ തുക വർദ്ധിച്ചു നൽകുന്നതിനും യോഗത്തിൽ തീരുമാനമെടുത്തു. ഇതിന്റെ തുടർച്ചയായി മൂവാറ്റുപുഴയിലും പൊതുമരാമത്ത് KSAB ഉദ്യോഗസ്ഥരുമായും കരാറുകാരനുമായും MLA ചർച്ചകൾ നടത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മുതൽ റോഡ് വികസനം പുനരാരംഭിച്ചത്. മൂവാറ്റുപുഴയിലെ സർക്കാർ കരാറുകാർ ഉൾപ്പെടെ റോഡ് വികസനത്തിന് വേണ്ടി വരുന്ന സാമഗ്രികൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കാൻ തയ്യാറാണെന്നും കരാറുകാരനെ അറിയിക്കുകയും ചെയ്തിരുന്നു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. ഗോശ്രീ പാലം ആഴ്ചകളായി ഇരുട്ടിൽ. വല്ലാർപാടം, ബോൾഗാട്ടി, വൈപ്പിൻ, വല്ലാർപാടം പാലങ്ങളാണ് രാത്രി യാത്രികർക്ക് ക്ലേശം സൃഷ്ടിച്ച ഇരുട്ടിലായത്. അതേസമയം വഴിവിളക്കുകൾ തെളിയിക്കുന്നുണ്ടെന്നായിരുന്നു ജിഡയുടെ പക്ഷം. വിവരാവകാശ നിയമം അനുസരിച്ച് സാമൂഹിക പ്രവർത്തകൻ ജോണി വൈപ്പിൻ നൽകിയ അപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് ജിഡയുടെ സാക്ഷ്യം. ഗോശ്രീ ഒന്നാം പാലമായ ബോൾഗാട്ടി എറണാകുളം പാലത്തിലെ വിളക്കുകൾ മാത്രമാണ് തെളിയുന്നത്. വഴിവിളക്ക് തെളിക്കാൻ ജിഡ ഒരു കോൺട്രാക്ടറെ നിയോഗിച്ചിരിക്കുകയാണ്. അറ്റകുറ്റപ്പണിയും കോൺട്രാക്ടറുടെ ചുമതലയിലാണ്. വിളക്കുകൾ തകരാറിലായതിനാൽ അറ്റകുറ്റപ്പണി യഥാസമയം നടത്തുന്നില്ല. പാലം ഇരുട്ടിലായതോടെ അപകടം പതിവായി. ഇരുട്ടിന്റെ മറവിൽ പോത്തു നീങ്ങുന്നത് കാണാനാകാതെ 2-വീലർ യാത്രികർ അപകടത്തിൽപ്പെട്ടത് 2 നാൾ മുൻപാണ്. രാത്രി വൈകി അപകടമുണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിന് ആരുമില്ലാത്തതും ഗുരുതര ഭവിഷ്യത്തിനും ഇടയാക്കുന്നു. ദേശീയപാതയിൽ മുനിസിപ്പൽ ടൗൺ ഹാളിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല പൈപ്പ് പൊട്ടി. റോഡിനടിയിൽ 2.5 മീറ്റർ താഴ്ചയിലൂടെ സ്ഥാപിച്ചിട്ടുള്ള 300 mm കാസറ്റ് അയൺ പൈപ്പാണ് പൊട്ടിയത്. കളമശ്ശേരി നഗരസഭ വിവിധ പ്രദേശങ്ങളിൽ ശുദ്ധജല വിതരണം നിലച്ചു. പൈപ്പ് പൊട്ടിയത് സമീപത്തെ കെട്ടിടത്തിനും 11 kV പോസ്റ്റിനും ഭീഷണിയായി. പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാതെ ചോർച്ച പരിഹരിക്കാൻ കഴിയില്ലെന്ന് കരാറുകാരൻ അറിയിച്ചു. ചോർച്ച പരിഹരിക്കുന്നതിനുള്ള ജോലികളും ആരംഭിച്ചു.
ലൈംഗിക പീഡന പരാതിയിൽ നടൻ മുകേഷിനെതിരെ കേസെടുത്തു. കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ അനുസരിച്ച് മരട് പോലീസാണ് കേസെടുത്തത്. സിനിമയിൽ വാഗ്ദാനം ചെയ്ത് ഹോട്ടലിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് നടിയുടെ മൊഴി. മുകേഷിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി. മുകേഷിന് പുറമെ നടിയുടെ പരാതിയിൽ നടൻ മണിയൻ പിള്ള രാജു, അമ്മ മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു എന്നിവർക്കെതിരെയും കേസെടുത്തു. ഇടവേള ബാബുവിനെതിരെ എറണാകുളം നോർത്ത് പോലീസാണ് കേസെടുത്തത്. മണിയൻപിള്ള രാജുവിനെതിരെ ഫോർട്ട് കൊച്ചി പോലീസാണ് കേസെടുത്തത്. പ്രൊഡക്ഷൻ കൺട്രോളർ നോബൽ, ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയും കേസെടുത്തു. നടി ഉന്നയിച്ച 7 പരാതിയിലും കേസെടുത്തു. പീഡനാരോപണത്തിൽ കേസെടുത്ത ശേഷം മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി. മുകേഷ് രാജിവെക്കണമെന്ന് CPI നേതാവ് ആനി രാജ അറിയിച്ചു. കേസെടുത്തതോടെ CPM നിലപാട് നിർണായകമായി. മുകേഷിനെതിരെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു. കേസെടുത്തതിന് പിന്നാലെ മുകേഷിന്റെ തിരുവനന്തപുരത്തെ വീടിനും പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. മോശമായി പെരുമാറിയെന്ന ബംഗാളി നടിയുടെ ആരോപണത്തിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെയും കേസെടുത്തു. പീഡന പരാതിയിൽ നടൻ സിദ്ദീഖിനെതിരെയും ഷൂട്ടിങ്ങിനിടെ കടന്നു പിടിച്ചെന്ന യുവതിയുടെ പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെയും കേസെടുത്തിരുന്നു. ആരോപണങ്ങളെ തുടർന്ന് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും സിദ്ദീഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനവും രാജിവെച്ചിരുന്നു. ആരോപണങ്ങളെ തുടർന്ന് അമ്മയുടെ ഭരണസമിതിയും കഴിഞ്ഞ ദിവസം രാജിവെച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.